ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ അമ്മയുടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും അതുപോലെ സേമിയ കൊണ്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ പാസ്തയും പിന്നെ നമ്മുടെ ഈ ജാക്കിയുടെ കുറച്ച് കുറുമ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഗൈസ്. ഈ മുരിങ്ങയില അയൽപക്കത്തെ വീട്ടിലെ മാമി കൊണ്ട് തന്നതാണ്. എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയല്ല കറി വെക്കുന്നത്, ഉപ്പേരി വെക്കുന്നതൊക്കെ. അതുകൊണ്ട് കൊണ്ടു തന്നതാണ്. ഇനി കാണിക്കുന്നത് തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയിലേക്കുള്ളതാണ്. ഈ ഇൻഗ്രീഡിയൻസ് പിന്നെയും കാണിക്കുന്നതായിരിക്കും, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കറിയിലേക്ക് എല്ലാം ആവശ്യം കറിവേപ്പില, മല്ലിയില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത്, അതുപോലെ കിഴങ്ങ് അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളകും കൂടി. എന്നിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മളിതാ ഈ സാധനങ്ങളൊക്കെ പച്ചമുളക്, ഉള്ളി, കിഴങ്ങൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഇത് കുറച്ച് ചെറിയ ചട്ടിയായി പോയിട്ട് എടുത്തത്. ഇവിടെ ഉള്ളതിൽ ഏകദേശം ഇതുപോലത്തെ ചട്ടിയാണുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ മല്ലിയില പിന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാണ്, കുറച്ച് കാശ്മീരി മുളക് പൊടി, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇടുന്നതാണ് മല്ലിപ്പൊടി. ഇത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചിക്കനും ഈ മസാലയും ഈ ഇൻഗ്രീഡിയൻസും മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി കൈ വെച്ചിട്ടാണ് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കുഴച്ച് വെച്ചതിലേക്ക് നമ്മൾ ഇത് വേവാൻ ആവശ്യത്തിന് ഉള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നേരെ ഞങ്ങൾ പുറത്ത് അടുപ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. പുറത്തത്തെ അടുപ്പ് പുരോഗമിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിരുന്നു അന്നത്തെ വീഡിയോയിൽ, ഇപ്പോൾ ഹൈറ്റ് കൂട്ടി. പിന്നെ അതിനിടയിൽ നമ്മൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് അത് ചേർക്കാൻ മറന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരയ്ക്കാൻ പാകത്തിന് വേണ്ടത് തേങ്ങ വേണം, പിന്നെ പെരുംജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, പിന്നെ ജാതിപത്രി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആദ്യം നല്ല രീതിയിൽ വറുത്തെടുക്കണം. ഇത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ചിക്കൻ കറി ഇതാ നല്ല രീതിയിൽ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ ഫുള്ള് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, ക്യാമറയിലും കാണാൻ കളറാണ്. ഇനി ഇത് അരച്ചിട്ട് ചിക്കൻ കറിയിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ എന്താ ചിക്കൻ കറിയൊക്കെ ഒരുവിധം സെറ്റായി. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത, ഇതിൽ കിഴങ്ങ് വെന്തോന്ന് നോക്കിയിട്ടാണ് ഈ ചിക്കൻ കറി ആയോ ഇല്ലയെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഇനി നല്ല രീതിയിൽ തിളച്ച് വരണം കേട്ടോ.
ഗൈസ് ചെറിയ തളയൊക്കെ വരുന്നുണ്ട്. ഇനി നല്ലോണം ഇത് തിളപ്പിച്ച് എടുത്തിട്ട് ഇത് വാങ്ങി വെക്കും. ഗൈസ് അമ്മ ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഗൈസ് കാണുന്നതാണ് കേട്ടോ ചിക്കൻ കറി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായി. ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചേ. ഇവിടെയൊക്കെ കാടായിരുന്നു, ഒക്കെ വെട്ടിയേ. അപ്പം നമ്മൾ ഈ വൈക്കലേക്ക് റോഡിൽ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നടക്കാൻ പോകും. അതിലൂടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ കാട്ടിന്ന്. അപ്പോൾ ഈ കാട്ടിന്ന് ജാക്കി ഓടി വന്നിട്ടു ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതിനോണ്ട് അവരെ കടിക്കാൻ പോകും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി എന്നെ കെട്ടിട്ടോ. ഇതിലൂടെ ഇപ്പോൾ വെറുതെ നക്കുകയാണ്. വ്ളോഗാ നമ്മളിവിടെ കുത്തിരിക്കുന്നുണ്ട്. ഒരു തണ്ടിൻ്റെ വെള്ളമാണ് കുത്തിക്കുന്നത്. തിരിച്ചു പോവാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണിത് പറഞ്ഞത്. സേമിയ കൊണ്ട് ഒരു വെറൈറ്റി ചിക്കൻ പാസ്ത എന്ന് പറയാം. അപ്പം അതുണ്ടാക്കുകയാണ്. വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റി, കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ട് വഴറ്റി, പിന്നെ അതിൽ ഉപ്പിട്ടു, പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ ഇടുന്നത് ഇത് മന്തി മസാലയാണ്. പിന്നെ കുറച്ച് കാശ്മീരി പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി, പിന്നെ ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ടെടുത്തു, നല്ല രീതിയിൽ മിക്സാക്കി. പിന്നെ ഇത് വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ ആണ്, അത് വേവിച്ച് മാറ്റി വെച്ചതായിരുന്നു. അതും ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് ലാസ്റ്റ് അത്യാവശ്യം കഴിക്കാനുള്ള ഈവനിങ് സ്നാക്കായിട്ട് മാറി. ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് കാണുന്ന ഡിഷ്. ജാക്കി അയ്യോ ജാക്കി 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 ഒന്ന് മൈൻഡ് വെച്ചൂടെ? പോയി.
ചാക്കി എന്ത് ചാക്കി വിശക്കുണ്ടോ വിശക്കുണ്ടോ ചാക്കി ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ അതിനെ പിടിച്ചിട്ടാണ് ആടെ വിടാ ഒരു മിനിറ്റ് ഈ ഒളിച്ചോ ഇത് പോകുമോ നോക്കാം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം DT Vlogs.